ക്രിസ്ത്യൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം ഉണ്ടച്ചാ. ഈ ഷൈജു ആന്റണി എന്ന് പറയുന്ന ആളുടെ ഒരു പോസ്റ്റ് അഭയ കേസുമായി ബന്ധപ്പെട്ട് അഭയ കേസിന്റെ പോസ്റ്റ്മോർട്ടം തീർന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധയപ്പെട്ട് കാണുമല്ലോ അല്ലെ? വാട്സപ്പിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കണ്ടായിരുന്നു, ഇപ്പൊ കിട്ടിയായിരുന്നു. അത് അതായത് വായിച്ചപ്പോ ഞാൻ ആദ്യം ഓർത്തത് ഇവര് AMD എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയും അവിടെ അതിന്റെ പേരിൽ കുറെ ബഹളമൊക്കെ നടത്തിയിട്ട് സേവ് അവർ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സംഘടനയൊക്കെ ഉണ്ടാക്കി നടത്തിയ ആൾക്കാര് സിസ്റ്റേഴ്സിനോട് എന്തുമാത്രം പ്രതിബദ്ധത ഉണ്ട് എന്ന് തന്നെ ഇതിൽ നിന്ന് വ്യക്തമാണ്. കാരണം സിസ്റ്റർ അഫയെ പോലെ തന്നെ സിസ്റ്റർ സെഫി ഒരു സിസ്റ്ററാണ്. അപ്പൊ നീതി എന്ന് പറയുന്നത് സിസ്റ്റർക്ക് അവയെ പോലെ തന്നെ സിസ്റ്റർ സെഫിക്കും നീതി അർഹിക്കുന്നുണ്ട്. അപ്പം വസ്തുതാപരമായി ഈ കേസിനെ വിലയിരുത്തി നീതി ലഭിക്കാത്തവരോട് നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം നീതി മതി എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ്. ഇനി അതിന്റെ അകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നിലവിലെ കോടതി വിധി അംഗീകരിക്കുക എന്നതാണ് നീതി. നാളെ ഹൈക്കോടതി മറിച്ചൊരു വിധി എഴുതിയാൽ അതും അംഗീകരിക്കണം എന്നൊരു വാചകം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ആ മെസ്സേജ് ആരംഭിക്കുന്നത്. അത് കത്തോലിക്ക സഭയോ കോട്ടയോ അതിരൂപതയോ പ്രതികളാക്കപ്പെട്ടവരോ അവരുടെ വക്കീലന്മാരോ ഈ വിധി അംഗീകരിക്കാണ്ടിരുന്നിട്ടുണ്ടോ? വിധി അംഗീകരിച്ചു, അവര് ജയിലിൽ പോയി കിടക്കുന്നു. അവരുടെ വക്കീലന്മാരുടെ ജുഡീഷ്യൽ എത്തിക്സ് മാനിച്ച് ഈ വിഷയത്തെ പറ്റി പരസ്യമായിട്ട് ഒരു അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. കോട്ടയം അതിരൂപത പോലും ചെറിയൊരു ഇതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഔദ്യോഗികമായിട്ടുള്ള ഫോമുകൾ ആരും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല. അവര് ഫീൽഡിലേക്കും ജാമ്യത്തിലേക്കും ഒക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തിന് നമുക്ക് ഇത് കാണുമ്പം ഇതിലെ വിധി വായിച്ചിട്ട് അഭിപ്രായം പറയാൻ അവകാശമില്ലേ? ജഡ്ജിയെ വ്യക്തിപരമായി വിമർശിക്കരുത് എന്ന് മാത്രമേ നിയമമുള്ളൂ. ജഡ്ജ്മെന്റിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്താനും അതിനെക്കുറിച്ച് ചർച്ച നടത്താനുമുള്ള അവകാശം പൊതുസമൂഹത്തിനുണ്ട്. അത് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടതാണെന്ന കാര്യത്തിൽ ഇന്ന് സഭാവിശ്വാസികൾക്ക് സംശയമില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു പരിധിവരെ ശരിയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ വിധിയിൽ ആഹ്ലാദിച്ചത് ക്രൈസ്തവർ തന്നെയാണ്. നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെ നെഗറ്റീവായ കമന്റുകളൊക്കെ കണ്ടത്. പക്ഷെ ഇതിന്റെ സത്യത്തെ സംബന്ധിക്കുന്ന സൂചനകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നത് മുഴുവനും ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗവും അക്രൈസ്തവരോ അല്ലെങ്കിൽ നിരീശ്വരവാദികളോ യുക്തിവാദികളോ എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന ആളുകളാണ് അങ്ങനെ കടന്നു വന്നത്. അത് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇതിന്റെ അകത്ത് എനിക്ക് ജസ്റ്റിൻ ചേട്ടൻ സ്ഥിരമായിട്ട് ഇതിന്റെ അകത്ത് എഴുതുന്ന കാര്യങ്ങളായതുകൊണ്ട് വളരെ ഇതിന്റെ അകത്ത് ഇദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്ന ഈ പോയിന്റുകൾ, ഹൈമനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് അത് നടന്നു എന്ന് തന്നെയാണ് അദ്ദേഹം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് ഹ്രസ്വമായിട്ടൊന്ന് പറയാം. അച്ഛൻ പറഞ്ഞ ആദ്യത്തെ ഭാഗത്തിലുള്ള മറുപടി പറയാം. ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷവും ഇങ്ങനെ ചിന്തിക്കുന്നതിന്റെ ഒരു കാരണമുണ്ട്. അതായത് ഈ വ്യാപകമായിട്ട് ഈ മാധ്യമങ്ങൾ ഈ രീതി പ്രചാരണം നടത്തിയപ്പോൾ ദീദിയെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അന്നത്തെ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ രാഷ്ട്രീയ എതിരാളികൾക്കാണ് സൈദ്ധാന്തിക മേഖലകളിലൊക്കെ വലിയ പിടിപാടുണ്ടായിരുന്നത്. ആ സൈദ്ധാന്തിക മേഖലയിലുള്ള ആൾക്കാരുടെ വാക്കുകൾക്കാണ് വലിയ വില സമൂഹം കൊടുത്തിരുന്നത്. അതിനെ ഹണ്ണിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രചാരണം നടത്താൻ കത്തോലിക്ക സഭയ്ക്ക് സാധിക്കാത്തത് നിയമവ്യവസ്ഥയോടുള്ള എന്താ പറയുക ഒരു ആദരവ് കൊണ്ടാണ്. നിയമവ്യവസ്ഥയിൽ നിന്ന് നീതി കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പേരിൽ കോടതിയിൽ നിന്ന് നീതി കിട്ടാൻ വേണ്ടി കാത്തിരുന്ന കാരണമാണ് നമുക്കതിന് വ്യാപകമായിട്ട് ഇതിന് ചേരുന്ന രീതിയിലുള്ള ഇത് പ്രചാരണം കൊടുക്കാൻ സാധിക്കാണ്ട് പോയത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ വ്യാപകമായി പ്രചരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികൾക്ക് ഒരു നാണക്കേട് വന്നു. ഇത് നമ്മുടെ സഭയിൽ ഇങ്ങനെയൊക്കെ വലിയ ക്രൂരതകളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതി വലിയൊരു നാണക്കേട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുന്നവർ എന്നൊരു മെന്റാലിറ്റി ഉണ്ടാക്കി ആ നാണക്കേടിൽ നിന്ന് തലയൂരാൻ വേണ്ടി നടത്തിയ വെപ്രാളങ്ങളാണ് ഈ കാണിക്കുന്നത്. അത് കുറെ പേര് നിശബ്ദരായിട്ടിരുന്നു. ബാക്കി കുറെ പേര് എന്നെപ്പോലുള്ള വളരെ ചുരുക്കം പേര് സത്യങ്ങൾ പറഞ്ഞ് ബാക്കി കുറച്ചു പേര് സഭയെ തള്ളി പറഞ്ഞിട്ട് തന്റെ മാനം രക്ഷിക്കാൻ നോക്കി. ഇതിൽ ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഓരോരുത്തരും ഓരോ തോട്ട് പ്രോസസ് ആണല്ലോ ഓരോരുത്തരുടെയും. അങ്ങനെ സംഭവിച്ചു പോയതാണ്. പിന്നെ ഹൈമനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് സിസ്റ്ററിനെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് വരെ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് ആരും ചിന്തിക്കുന്നില്ല. പുതിയ അന്വേഷണം ഉണ്ടായി. 18 ദിവസത്തിനുള്ളിൽ അറസ്റ്റ് നടന്നു. അറസ്റ്റ് നടന്നിട്ട് ഈ അറസ്റ്റിൽ നിൽക്കുമ്പോൾ തന്നെയാണ് കന്യാകാത്വ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നത്. കന്യാകാത്വ പരിശോധന നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള അവകാശം പറ്റി എനിക്ക് വരാൻ പറ്റില്ല എന്ന് ധൈര്യമായിട്ട് പറയാം. അവര് അതിന് പോകാൻ തയ്യാറായത് എന്തുകൊണ്ടാണ്? അവർക്കൊന്നും പേടിക്കാനില്ല, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് അവരോട് ചെന്നത്. പക്ഷേ 2 സ്ത്രീകളായ ഡോക്ടർമാരെ വിശ്വസിച്ച് ചെന്ന അവരെ ഡോക്ടർമാർ വഞ്ചിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ഈ റിപ്പോർട്ട് കോടതിയിൽ വന്നു. ഈ റിപ്പോർട്ട് കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ജാമ്യത്തിന്റെ സമയത്ത് ജസ്റ്റിസ് ഹേമയുടെ ബെഞ്ചിൽ വന്നു കഴിഞ്ഞപ്പം സിസ്റ്റർ സെഫിയുടെ അഭിഭാഷകൻ പറഞ്ഞത് ഇന്ത്യയിലെ ഏത് മെഡിക്കൽ ബോർഡിന്റെ മുമ്പിലും
ഞാൻ ഈ പരിശോധന കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ പരിശോധനയ്ക്ക് ഇനിയും തയ്യാറാകാൻ റെഡിയാണ് എന്നാണ് ജസ്റ്റിസ് ക്ഷേമയോട് സിസ്റ്റർ അഫയുടെ MK ദാമോദരനാണെന്നാണ് തോന്നുന്നത്. വലിയ പ്രമുഖരായ അഭിഭാഷകനാണ്. പുള്ളിക്കാരൻ പറഞ്ഞു ഇന്ന് വരെ അതിനുവേണ്ടി ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതിനുശേഷം അതേ കാലഘട്ടങ്ങളിൽ തന്നെ ഡൽഹി ഹൈക്കോടതിയില് CBIക്കെതിരെ ഈ മാനുഷിക വിരുദ്ധമായ രീതിയിൽ ഒരു പരിശോധന നടത്തിയതിനും അതിൽ വളരെ തെറ്റിദ്ധാരണജനകമായ രീതിയിൽ റിപ്പോർട്ട് അവരുടെ റിപ്പോർട്ടിൽ എഴുതിയതിനെ കുറിച്ചും അവർ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനുകൾക്കും കൊടുത്തിട്ടുണ്ട്. ഇവരാരും ഇത് നോക്കിയില്ല എന്ന് മാത്രമല്ല, ഡൽഹി ഹൈക്കോടതിയില് ഈ പറഞ്ഞ CBIയുടെ വക്കീല് പറഞ്ഞത് അവർക്കെന്നാ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്, അവർക്കത് വാദിച്ച് ആ കേസ് തീർക്കല്ലേ ചെയ്യേണ്ടത്. അവര് പറഞ്ഞത് കൊലക്കേസിലെ വിധി വരുന്നോടം വരെ ഈ കേസ് പെൻഡിങ് ആയിട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ട് ആ കേസ് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം. 9 വർഷമായിട്ട് ആ കേസ് ഹോൾഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇവരൊക്കെ ഒന്നും അറിയാഞ്ഞിട്ടാണോ അതോ ഈ സഭയോടുള്ള പക കാരണം വായി തോന്നുന്നു വിളിച്ചു പോകുന്നതാണോ എന്നാണ് മനസ്സിലാകാത്തത്. ഈ കൃഷ്ണൻ ബാലേന്ദ്രന്റെ നിരീക്ഷണത്തിനെതിരെയാണ് ഈ പുള്ളിക്കാരൻ എഴുതിയേക്കുന്നത്. കൃഷ്ണൻ ബാലേന്ദ്രന്റെ നിരീക്ഷണം എത്രയോ വലിയ. കൃഷ്ണൻ ബാലേന്ദ്രൻ എന്ന് പറയുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജനാണ്, അസോസിയേറ്റ് പ്രൊഫസറാണ്, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് എല്ലാം തുറന്നു പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന് പരസ്യമായിട്ട് തുറന്നു പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ കൂടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ പരിമിതിയിൽ നിന്ന് പറയാവുന്നതിന്റെ മാക്സിമം പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന്റെ പോസ്റ്റുകളും കമന്റുകളും വായിച്ചതിൽ നിന്ന് പിന്നെ അദ്ദേഹത്തോട് ഞാൻ നേരിട്ട് ചാറ്റ് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ പരിമിതിയിൽ നിന്നല്ലേ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന് വ്യക്തമായി ഈ കാര്യങ്ങളിൽ എന്താ നടന്നതെന്ന് നേരിട്ട് അറിവുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ അത് തുറന്നു പറയാനുള്ള പരിമിതി നിൽക്കുന്നു. കുറച്ചുകൂടെ ആ കാര്യങ്ങൾ വ്യക്തമായി വരും ദിവസങ്ങളിലെന്ന് നമുക്ക് വിചാരിക്കാം. രണ്ടാമത്തെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതുകൊണ്ട് നിർത്തിയിട്ടില്ല, ഇനി ബാക്കിയും പുള്ളി എഴുതുന്നുണ്ടെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്കറിയില്ല, പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാത്തിരിക്കാം പ്രതീക്ഷയോടെ. രണ്ടാമത്തെ പോയിന്റ് ഈ ഷൈജു ആന്റണി സൂചിപ്പിക്കുന്നത് CBI അന്വേഷണത്തെ കുറിച്ചാണ്. കരുണാകരനെ കണ്ട് ഈ പരാതി കൊടുക്കുന്നത്, നിവേദനം കൊടുക്കുന്നത് CMC മദർ ജനറാളും സിസ്റ്റേഴ്സും ചേർന്നിട്ടാണ്, 67 സിസ്റ്റേഴ്സും. അപ്പൊ അവർക്ക് ഈ കോട്ടയം അതിരൂപതയായിട്ട് ഒരു ബന്ധവുമില്ല. കോട്ടയം രൂപതയിൽ അല്ലെങ്കിൽ ഈ സിസ്റ്റേഴ്സ് ഇതിനു വേണ്ടി ഒന്നും ചെയ്തില്ല എന്നാണ് പെട്ടെന്നൊരു കൺക്ലൂഷനിലേക്ക് ഇദ്ദേഹം എത്തിച്ചേരും. CMC സന്യാസ സഭയിലെ സുപ്പീരിയറിന്റെ നേതൃത്വത്തിൽ എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ മിക്കവാറും എല്ലാ സന്യാസ സമൂഹങ്ങളിലെ സിസ്റ്റേഴ്സും ഈ പറഞ്ഞ സെയിന്റ് ജോസഫ് കോൺഗ്രിഗേഷൻ, സിസ്റ്റർ അഫയുടെ കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സും കൂടിയാണ് ഇത് പരാതി കൊടുത്തത്. ഈ നാർക്കോ അനാലിസിസിന്റെ കാര്യം അദ്ദേഹം ഇതിന്റെ അകത്ത് പറയുന്ന വളരെ രസകരമായ ഒരു ആരോപണം. നാർക്കോ അനാലിസിസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞത് അതിന്റെ എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ എഡിറ്റിംഗ് എന്ന് പറയുന്നത് അതിലെ ഫ്രീ സ്പേസ് മാത്രം കളഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ അതിന്റെ അകത്ത് ഒരു തിരിമറി നടത്തിയിട്ടില്ല എന്നാണ്. ചെറിയ ബിറ്റുകളാക്കി മുറിച്ചു എന്നാണ് എഡിറ്റിംഗ് എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ നാർക്കോ അനാലിസിസ് CD-യിൽ അങ്ങനത്തെ എഡിറ്റിംഗ് മാത്രമാണോ നടന്നത്? എന്തുകൊണ്ടാണ് അത് ഹൈക്കോടതി തള്ളിക്കളഞ്ഞത്? അത് മൊത്തം പറയണമെങ്കിൽ ചിലപ്പോൾ 1 അരമണിക്കൂർ വേണ്ടി വരും. എന്നുവെച്ചാൽ ഓരോ വാചകമായിട്ട് ദീപികയിൽ ഏത് ഭാഗത്താണ് എഡിറ്റിംഗ് വന്നത് എന്നുള്ളതിന്റെ എന്താ പറയുക പത്ര ക്ലിപ്പിംഗ് എന്തെങ്കിലുണ്ട്. ആവശ്യമുള്ളവരെ വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യായിരിക്കും. അതായത് ഇതിന്റെ ഇടയ്ക്കുന്ന് വാക്കുകൾ മുറിച്ചു മാറ്റുകയും വേറെ സ്ഥലത്തുനിന്ന് വാക്കുകൾ കൊണ്ടുവന്ന് ഇതിന്റെ ഇടയിൽ ഇടുകയും ചെയ്യുന്ന രീതിയിലുള്ള എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടതല്ല. അത് തന്നെയാണ് ചെയ്തത്. ജസ്റ്റിസ് ഹേമ രൂക്ഷമായിട്ട് ഇവരെ വിമർശിച്ചു. അൺഎഡിറ്റഡ് ആയിട്ടുള്ള CD കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതായത് ഇടയ്ക്കുന്ന് മാറ്റിയതല്ല, അൺഎഡിറ്റഡ് ആയിട്ടുള്ള CD കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ജസ്റ്റിസ് ഹേമ CBI രൂക്ഷമായിട്ട് വിമർശിച്ചിട്ട് അവർക്ക് ഇതുവരെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. എത്ര ലാഘവ ബുദ്ധിയോടെയാണ് ഈ നുണ സ്ഥാപിക്കുന്നത്, അല്ലെ? ഈ പറഞ്ഞ് സ്ഥാപിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നീതി ഇല്ലാന്ന് മാത്രമല്ല ഒരു മനുഷ്യത്വം പോലും ഇല്ലാത്ത മനുഷ്യനെ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറമുള്ള കൂടിയ കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. ഈ അടയ്ക്ക രാജുവിനെ CBI ആണ് കൊണ്ടുവന്നത് എന്ന് പ്രചരിപ്പിക്കുന്നു. പക്ഷെ അടയ്ക്ക രാജുവിനെ അറസ്റ്റ് ചെയ്തത് ക്രൈംബ്രാഞ്ച് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ധ്വനി വരുന്നത് അടയ്ക്ക രാജു ആദ്യം മുതലേ സാക്ഷിപ്പട്ടികയിലാണ്, ക്രൈംബ്രാഞ്ചിന്റെ കാലം മുതൽ സാക്ഷിപ്പട്ടികയിലാണെന്നുള്ള ഒരു ധ്വനി ഇവിടെയുണ്ട്. അടയ്ക്ക രാജുവിന്റെ ഹിസ്റ്ററി എന്താ? നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നത് നമ്മളുടെ ധാരണകളുടെ അടിസ്ഥാനത്തിലല്ല, ഡോക്യുമെന്റുകളുടെ വെളിച്ചത്തിലാണ്. ഈ പറയുന്ന ഏതൊരു കാര്യവും ഡോക്യുമെന്റ് കാണിച്ചു കൊടുക്കാൻ ബോധ്യം നമുക്കുണ്ട്, അല്ലെ? സാധിക്കുമെന്നുള്ളത് അടയ്ക്ക രാജുവിന്റെ ഇത് ഈ അന്വേഷണം തുടങ്ങി കഴിഞ്ഞപ്പം ആ കാലത്ത് അവിടെയുള്ള ഇങ്ങനെ നാട്ടിലൊരു കൊലപാതകം നടന്നു കഴിഞ്ഞ് പരമ്പും ബഹളമായിട്ട് നടക്കുന്ന ആൾക്കാരെ വിളിച്ചു. അങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞപ്പം ക്രൈംബ്രാഞ്ച് അടയ്ക്ക രാജുവിനെ 1 വർഷത്തോളം പ്രതിപ്പട്ടികയിലാക്കി ജയിലിലിടുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പുള്ളിക്കാരനാണ് കൊന്നതെന്നുള്ള വിശ്വാസം എനിക്കും ഇല്ല കേട്ടോ. എന്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് പുള്ളിക്കാരൻ ഇതിൽ തെറ്റുകാരനാണെന്നുള്ളൊരു ചിന്തയൊന്നും എനിക്കില്ല.
ഇങ്ങേര് തന്നെ പറഞ്ഞ പോലെ കഞ്ചാവ് അടിച്ച് കറങ്ങി തിരിഞ്ഞ് നടന്നു കഴിഞ്ഞപ്പം അങ്ങനെ നടക്കുന്ന ഒരു സ്വഭാവം ഉള്ള ഒരാളായത് കാരണം പുള്ളിനെ പിടിച്ചു. അതിനുശേഷം അന്ന് പുള്ളി ഈ സാക്ഷി പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതല്ലാണ്ട് പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ല. അതിനുശേഷം പുള്ളിനെ കാലം കഴിഞ്ഞു. പിന്നെ CBI അന്വേഷണങ്ങൾ വന്നു. 3 അന്വേഷണ കാലത്ത് ഇങ്ങനെ ആരും വിളിക്കുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. നന്ദകുമാരൻ നായർ അന്വേഷണം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുമ്പുള്ള അഗർവാളിന്റെ അന്വേഷണമുണ്ട് 2007 ഈ അഗർവാളിനും നന്ദകുമാരൻ നായർക്കും 164 മൊഴി കോടതിക്ക് മുമ്പിലും 3 മൊഴികളാണ് ഈ അടക്കാരാജ് കൊടുത്തത്. 3 രീതിയിലാണ്. ആദ്യം മൊഴി കൊടുക്കുന്നത് ഈ അഗർവാളിന്റെ മുമ്പിലാണ്. അതിനുശേഷം നന്ദകുമാരൻ നായർ മൊഴി എടുക്കുന്നു. പിന്നീട് 164 മൊഴി കോടതിക്ക് കൊടുക്കുന്നു. ഈ അഗർവാളിന് കൊടുക്കുന്ന മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അഗർവാളിന്റെ മൊഴിയില് പറയുന്നത് 1:30 സമയത്ത് 2 പേരെ മിന്നലിന്റെ വെളിച്ചത്തിൽ ടെറസിന്റെ മുകളിൽ കണ്ടു എന്നാണ് അഗർവാളിനുള്ള മൊഴി. കോടതിക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് 3:30 സമയത്ത് ഇദ്ദേഹം വരുന്നു, 4 മണിക്ക് ശേഷം 2 പേര് ടോർച്ച് അടിച്ചുകൊണ്ട് സ്റ്റെയർ കേസിന്റെ താഴെ സ്റ്റെയർ കേസിനെ സമീപിക്കുന്നത് കണ്ടു എന്നാണ് ഈ കോടതിക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ വിരോധാഭാസമാണല്ലോ. ഈ താഴത്തെ നിലയിൽ താമസിക്കുന്ന സിസ്റ്റർ സെഫിയെ കാണാൻ പോയി എന്ന് പറയുന്നവര് ടെറസിന്റെ മുകളിലേക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ നന്ദകുമാരൻ നായർക്ക് കൊടുത്തേക്കുന്ന എന്താ പറയുന്ന ഒരു റിപ്പോർട്ടിലും പുള്ളിക്കാരന് കുറച്ചുകൂടി വ്യത്യസ്തമായ സമയമാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇത് കോടതികൾക്ക് ഇതൊന്നും പരിഗണനയിൽ വരാത്തത് എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വക്കീലന്മാർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. ഈ ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ അടക്കാരാജ് കോട്ടൂരച്ചനെ കണ്ടു എന്ന് പറയുന്നത് കോടതി വിധിയിൽ ഇല്ല എന്നാണ് ഷൈജു ആന്റണി എഴുതിയേക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ടെറസിന്റെ മുകളിൽ നിന്ന് 2 പേരെ കണ്ടു എന്ന് ഇദ്ദേഹം മൊഴി കൊടുത്തത്, ആദ്യത്തെ മൊഴി അങ്ങനെയാണ്, അത് കൊടുത്തത് അഗർവാളിനാണ്. അതേസമയം കോടതി വിധിയിലേക്ക് വന്നപ്പോഴത്തേക്കും 164 കൊടുത്തപ്പം സ്റ്റെയർ കേസിനെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ടോർച്ച് അടിച്ചുകൊണ്ട് 2 പേര് സ്റ്റെയർ കേസിനെ സമീപിക്കുന്നത് കണ്ടു എന്നാണ്. ഇതാണ് വൈരുദ്ധ്യമുള്ളത്. എനിവേ, ആത്മഹത്യയെ കുറിച്ച് ഈ ഷൈജു ആന്റണി എഴുതിയിരിക്കുന്നത് ഫോറൻസിക് റിപ്പോർട്ടുകൾ ആത്മഹത്യ എന്നുള്ള സാധ്യത തള്ളിക്കളയുകയാണ്. എന്തൊരു പച്ചക്കള്ളമാണ്. ഫോറൻസിക് റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ബി ഉമാദത്തന്റെ റിപ്പോർട്ടാണ്. ഞാൻ ഈ കൃഷ്ണൻ ബാലേന്ദ്രനുമായിട്ട് സംസാരിച്ചപ്പം പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പുള്ളി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുള്ളി പഠിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്നെ ചെയ്യ പുള്ളിക്കാരുടെ തൊഴിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുക, കോടതികളിൽ പോയി വിവരം കൊടുക്കുക എന്നുള്ളതാണ് സ്ഥിരമായിട്ടുള്ള ജോലി. പറഞ്ഞത് 2 സെന്റിമീറ്റർ ഉള്ളൊരു മുറിവാണ് തലയിലുള്ളതെന്ന് പറഞ്ഞു. ഈ മഴ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ 2 സെന്റിമീറ്ററുള്ള മുറിവേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ അവർക്ക് ഈ പറഞ്ഞ എന്താ പറയുന്നത് ഈ CBI നേരെ ചൊവ്വേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പഠിച്ചിട്ട് പോലും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ഈ ഫോറൻസിക് റിപ്പോർട്ടിനെ കുറിച്ച് അവിടെ പറയുന്നത്, പോസ്റ്റ്മോർട്ടം നടത്തിയത് C രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഡോക്ടറാണ്. CBIക്ക് ഈ രാധാകൃഷ്ണനെ ഭയങ്കര വിശ്വാസമാണ്. ഫോറൻസിക് റിപ്പോർട്ട് കൊടുക്കുന്നത് ബി ഉമാദത്തനാണ്. ഒരുപക്ഷെ കേരള ശബ്ദത്തിന്റെ വാസികയിൽ ബി ഉമാദത്തൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ 2008 വന്നിരുന്നു. അഭയ കേസ്, അദ്ദേഹമാണ് ഫോറൻസിക് റിപ്പോർട്ട് കൊടുക്കുന്നത്. അഭയ കേസ് അസത്യങ്ങളുടെ ഘോഷയാത്രയാണെന്നാണ് ബി ഉമാദത്തന് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹം ഫോറൻസിക് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇത് ആത്മഹത്യയാണ് എന്ന് തന്നെ പറഞ്ഞാണ് ഫോറൻസിക് റിപ്പോർട്ട് അന്ന് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ ഇദ്ദേഹം എഴുതി വെക്കുന്നത് ഫോറൻസിക് റിപ്പോർട്ട് ഈ സാധ്യത, അതായത് ആത്മഹത്യ എന്നുള്ള സാധ്യതയെ പാടെ തള്ളി, എത്രയോ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമാണ് ഇവിടെ എഴുതി. അതായത് സോഷ്യൽ മീഡിയയിലെ ഒരു സംഭവം എഴുതി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാല് ഇതിന്റെ പേര് കേസോ ബഹളവോ ആരും ചോദിക്കാനൊന്നും വരികയല്ലോ. കുറെ പേരെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാം, ആ ഒരു ചിന്തയേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഷൈജു ആന്റണിയുടെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാല് കൂടുതലും സഭയ്ക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും അത് പ്രചരിപ്പിക്കാനും ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഇങ്ങനെയൊരു മെറ്റീരിയലാണ് അവർക്ക് വേണ്ടത്. അവർക്ക് വേണ്ട മെറ്റീരിയൽ ഷൈജു ആന്റണി കൊടുക്കുന്നു, അത്രയും കരുതിയാൽ മതി. അവസാനം അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: നിഷ്പക്ഷമായി കോടതി വിധി വായിക്കുന്ന ഏതൊരാൾക്കും പ്രതികൾ ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെ എന്ന് ബോധ്യമാകും എന്നാണ്. നിഷ്പക്ഷമായിട്ട് കേരളത്തിൽ ആരും ഈ കോടതി വിധി ഇതുവരെ വായിച്ചിട്ടില്ല. പുള്ളിക്കാരൻ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നെ വെച്ചാൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊരു കമന്റ് പുള്ളി പറയല. ആദ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ. താങ്ക് യു എസ് ചേട്ടാ. എനിക്ക് തോന്നുന്നു നമുക്ക് മറ്റു ചില അവസരങ്ങളിലും ഇതുപോലുള്ള ചില സംഭാഷണങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന് വിചാരിക്കുന്നു. തിരക്കിനിടയിലാണെങ്കിലും സംസാരിക്കാൻ വന്നതിൽ നന്ദി. പിന്നെ കാണാം. ശരിയാണ്. താങ്ക് യു.